ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ അവിൽ ലഡു ആണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണേ. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി റെസിപ്പിയാണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായപ്പം ഞാൻ അവിൽ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇതിൽ 2 കപ്പ് അവിലാണ് ചേർക്കുന്നത്. ഇപ്പം കപ്പോ മെഷർമെൻറ്റോ ഒന്നും വേണമെന്നില്ല. നമ്മൾ കുടിക്കുന്ന ചായ ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. അതിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ തേങ്ങയുടെയും ശർക്കരയുടെയും അളവ് അതനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് അവിലിൽ 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ കുറച്ചും കൂടെയൊക്കെ വേണമെന്നവർക്ക് കുറച്ചും കൂടെ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഡ്രൈ ആവും. ഈ സമയത്ത് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് പിന്നീട് ചേർത്താലും മതി. അപ്പോൾ ഞാൻ പൊടി അല്ലാത്തത് കൊണ്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയും ഒന്ന് ഡ്രൈ ആവണം. ആ അവിലൊക്കെ ഒരുവിധം ഇതായി വരണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ആ തേങ്ങയൊക്കെ ഇതായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുക്കണേ. അവിലവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കണം. അപ്പം ഞാൻ ഇതിൽ 1 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം നല്ല മധുരമൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ശർക്കര കൂട്ടി കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തൊന്ന് തിളയ്ക്കപ്പം കുറച്ച് വറ്റും. അതാണ് നമ്മുടെ പരുവം. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഈ സമയം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം എല്ലാ ശർക്കരയിലും ചില ശർക്കരകളിൽ പൊടിയും മണ്ണും അതും അഴുക്കൊക്കെ കാണും. അപ്പോൾ ഞാൻ അരിച്ച് മറ്റൊരു പാത്രത്തിലോട്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ അവിലും തേങ്ങയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. സമയം നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളേ. അതിൽ കൂടുതൽ നെയ്യൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ആ നെയ്യ് തന്നെ ധാരാളം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ. നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കാഷ്യൂനട്ട് ഇല്ല എങ്കിൽ നമ്മളെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവണം. ആ ഒരു ശർക്കരയുടെയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇതായിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈനെസ് ആയിട്ടിരിക്കില്ല, നല്ല മയം കാണും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കണം. ഇപ്പോൾ ചൂടൊക്കെ ആറി. ഇനിയിപ്പോൾ ഇത് ബോൾസ് ആക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചെടുത്ത് നമുക്ക് വലുപ്പത്തിനനുസരിച്ചിട്ട് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കാമേ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ബോൾസ് ആക്കി വയ്ക്കാം. ഇതേപോലെ ചെയ്താൽ മതിയേ. ബാക്കിയുള്ളതും കൂടെ ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കുന്നവർക്ക് കൂട്ടി വയ്ക്കാം. ഞാൻ ഇത്ര വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് ലഡു മേടിച്ച് കൊടുത്ത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പം സ്കൂളൊക്കെ വിട്ട് വരുമ്പം അവർക്കൊരു സ്പെഷ്യലായിട്ട് ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്നിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, അടിപൊളി ഒരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.